മോളെ, 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 എണ്ണിക്ക് വേഗം വാ, പോകാം. പെട്ടെന്നാവട്ടെ. എങ്ങോട്ടാ അപ്പച്ച? മോളെ, നീ വേഗം റെഡിയാവ്. ഞാൻ പറഞ്ഞതെല്ലാം എടുത്തില്ലേ? അപ്പച്ച, ഇസാക്കിനെ കൊല്ലാൻ കൊണ്ടുപോയത് പോലെ ആണോ? പേടി കൊണ്ടല്ലേ? പേടിക്കണ്ട. അതുപോലൊരു യാഗത്തിനെ കാണാനാണ് നമ്മൾ പോകുന്നത്. യാഗമോ? അതേ മോളെ, നമ്മളും കാലിത്തൊഴുത്തിൽ കിടക്കുന്ന രോഗരക്ഷിതാവെന്ന യാഗത്തിനെ കാണുവാൻ പോവുകയാണ്. ബാക്ക് ടു ബേത്ലഹേം. Wow, that will be a wonderful journey. നോ, അത്ര രസകരമായ യാത്രയല്ല മോളെ ഈ തിരിച്ചുപോക്ക് എന്ന് പറയുന്നത്. അതെന്താ അപ്പച്ച? പറയാം. ഹായ്. ഹായ്. നിങ്ങൾ ഇത് എവിടെ പോന്നു? പുൽക്കൂട്, ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കണം, അതിന് പോവാണ്. എന്തിനാ അപ്പച്ച ക്രിസ്മസ് ട്രീ ഒരുക്കുന്നത്? ജർമ്മനിയിൽ ആരംഭിച്ച ഈ സംസ്കാരം. സംസ്കാരമോ? മീൻസ്? ഓ, ഈ പെങ്കൊച്ചിന്റെ ഒരു കാര്യം. സംസ്കാരം എന്ന് വെച്ചാൽ കൾച്ചർ. ഈ കൾച്ചർ ലോകമെമ്പാടും വ്യാപിച്ചു. ഈ ക്രിസ്മസ് ട്രീ ഒരുക്കുന്നത് എവർഗ്രീൻ ചെടി വെച്ചായിരിക്കണം. കാരണം എപ്പോഴും നിലനിൽക്കുമെന്ന, അല്ലെങ്കിൽ ജീവിതത്തിന്റെ വസന്തത്തെ സൂചിപ്പിക്കുന്നതാണ് എവർഗ്രീൻ ചെടി. നമ്മൾ ഈ ക്രിസ്മസ് ട്രീയെ നോക്കുമ്പോഴേ ത്രികോണ രീതിയിൽ ഇരിക്കുന്നില്ലേ? ട്രയാങ്കിൾ ഷേപ്പ് വിശുദ്ധ തൃത്വത്തെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം ആ ആദമിന് വിലക്കപ്പെട്ട മരമുണ്ടല്ലോ അങ്ങ് ഏദനിൽ, അതായത് ക്രിസ്തുവിനെ തന്നെ പ്രതിനിധീകരിക്കുന്ന എന്ന വിശ്വാസവും ഉണ്ട്. കൊള്ളാലോ. അപ്പം ഈ പുൽക്കൂട് ഒരുക്കുന്നത് ക്രിസ്തു അവിടെ ജനിച്ചോണ്ടല്ലേ? ഒരു തിരുത്തൊണ്ട് മോളെ. ക്രിസ്തു പുൽക്കൂട്ടിൽ ജനിച്ചു എന്ന് വിശുദ്ധ വചനത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ പാട്ടുകളിലും അങ്ങനെ തന്നെ കിടത്തി എന്നേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷേ വിനയത്തിന്റെ പ്രതീകമായി നമ്മൾ പുൽക്കൂട് ഒരുക്കുന്നു. പക്ഷെ നമുക്കുണ്ടോ ആ വിനയം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ബേത്ലഹേമിലേക്കുള്ള തിരിച്ചുപോക്ക് അത്ര സിമ്പിൾ അല്ലാന്ന്. അത് ശരി. അപ്പം സ്റ്റാർ തൂക്കുന്നതിൽ വിദ്വാൻമാർ കണ്ടതുകൊണ്ടല്ലേ? അത് ശരി തന്നെ. എങ്കിലും നമുക്കതിന്റെ മഹത്വം ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ നക്ഷത്രം ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടിയാണ്. അത് കൃത്യമായി ചെന്ന് നിന്നത് ക്രിസ്തു കിടന്ന പുൽക്കൂട്ടിന് മുകളിൽ. നമ്മൾ നക്ഷത്രം തൂക്കുമ്പോൾ നമ്മൾ ലോകത്തോട് വിളിച്ചു പറയേണ്ട ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ തന്നെയാണ് ക്രിസ്തു ജനിച്ചത് എന്ന ആ അനുഭവം ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്റെ പൊന്നോ, തീർന്നിട്ടില്ല മോളെ. നോമ്പ് നോൽക്കുന്നതിനെ കുറിച്ചൊന്ന് പറയണ്ടേ? ഇപ്പോഴത്തെ നോമ്പ് നോക്കലൊക്കെ കണക്കാ. നോക്കുന്നവരോ, അവർ നോക്കിയ നോമ്പിന്റെ മാറ്റിവെച്ച പണം ആർക്കെങ്കിലും ദാനം ചെയ്യുന്നുണ്ടോ? എന്റെ അപ്പച്ച, ദിസ് ജേർണി ഈസ് നോട്ട് സിമ്പിൾ. അപ്പച്ച, അപ്പച്ച, അത് നോക്ക്, മാലാകന്മാർ.
കാണാൻ? മാലാകമാരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. മാലാകമാരുടെ പ്രതിനിധികളാണ് ഈ കരോൾ സംഘങ്ങൾ. പക്ഷേ ഇറങ്ങുന്നവർക്ക് അതിന്റെ മഹത്വം അറിയത്തില്ല. അവർക്ക് ആഘോഷിക്കുവാനും അല്പം മദ്യപിക്കുവാനും പിന്നെ മറ്റു ചില കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇതിനെ അങ്ങ് മാറ്റിയിരിക്കുവാന്നേ. പാട്ടുകളോ സിനിമാ പാട്ടുകളുടെ പാരടി എഴുതി അങ്ങ് പാടുകയാണ്. കരോൾ അംഗങ്ങള് എല്ലാവരും ഓരോ മാലാകമാരാണെന്നുള്ള തിരിച്ചറിവ് വന്നാൽ കരോള് ഭംഗിയാവും. ഇനിയത്തെ കാലത്ത് ആ മാലാകമാരിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ഗ്രീറ്റിംഗ്സ് അയക്കുന്നതിനെ പറ്റി അപ്പച്ചന്റെ ഒപ്പീനിയൻ എന്തുവാ? ഇപ്പോൾ അതും വളരെ അപകടം പിടിച്ച രീതിയിലാണ് മോളെ. സോഷ്യൽ മീഡിയയിലൂടെ ഗ്രീറ്റിംഗ് അയക്കുമ്പോൾ അതിലൊന്നിലും ഇപ്പോൾ മറിയമോ ക്രിസ്തുവോ ജോസഫോ ഒന്നുമില്ല. ഒരു സാന്താക്ലോസിന്റെ പടം വെച്ച് അങ്ങ് അയക്കുക. ക്രിസ്തുവിനെ മാറ്റിയുള്ള ഗ്രീറ്റിംഗ്സ് ക്രിസ്തുമസിൻ്റെതാണോ എന്ന് ചിന്തിക്കണ്ടേ? അപ്പോൾ ഈ സാന്റാക്ലോസോ? സാന്താക്ലോസിന്റെ കഥ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. സെയിന്റ് നിക്കോളവാസിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുന്നതാണിത്. പക്ഷേ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന സാന്താക്ലോസിന്റെ വികൃതികൾ നിങ്ങൾ സോഷ്യൽ മീഡിയ കൂടി കാണുന്നതാണല്ലോ. ആർക്ക് വേണ്ടി? സാന്താക്ലോസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷത്തിന് സാന്താക്ലോസ് ഉള്ളത് നല്ലത്. ഇതൊക്കെ ആരാ അപ്പച്ച? ഞങ്ങൾ ആട്ടിടയന്മാരാണ്. കിടക്കാൻ തുടങ്ങിയപ്പോൾ ആകാശത്തൊരു വലിയ പ്രകാശം, ദിഗന്ധങ്ങൾ വരയ്ക്കുമാറ് മാലാകുമാരുടെ അശരീരി. ഇവിടെ അടുത്ത് ലോകരക്ഷിതാവ് ജനിച്ചു എന്നറിഞ്ഞ് ഞങ്ങൾ തിരിച്ചിരിക്കുകയാണ്. എന്റെ പെങ്കൊച്ചെ, ദിഗന്ധങ്ങളല്ല, ദിഗന്ധങ്ങൾ. അതായത് വേൾഡിന്റെ 4 സൈഡ്. ആട്ടിടയന്മാരെ, ഞങ്ങളും വരുന്നു ലോകരക്ഷിതാവിനെ കാണുവാൻ. കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ. മോളെ, അല്പസമയമായിട്ടുള്ളൂ കുഞ്ഞ് ജനിച്ചിട്ട്. പിന്നെ തരാം കേട്ടോ. ടിറ്റിടു ടിറ്റിടു. അച്ചടാ, യേശു കുഞ്ഞിനെ തൊടാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. ഈ ക്രിസ്തുമസ് ദിനങ്ങളിലും നമ്മുടെ വിനയം എത്രത്തോളം ഉണ്ട്? നിങ്ങളുടെ മനസ്സിലൊന്ന് കുമ്പസാരം നടത്തി നോക്കിക്കേ. ബേത്ലഹേമിലേക്കുള്ള തിരിച്ചുപോക്ക് അത്ര എളുപ്പമല്ലേ? അപ്പച്ച, അവർ നോക്കിക്കേ. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. നിങ്ങള് വിദ്വാൻമാരല്ലേ? അതെ, ഞങ്ങൾ ക്രിസ്തുവിനെ അന്വേഷിച്ച് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷമാകുന്നു.
ആ നക്ഷത്രത്തെ പിന്തുടർന്ന് ഇനിയും നടക്കാനുണ്ട്. ഞങ്ങൾ പോകട്ടെ. ശരി. 2 വർഷമോ? You mean 2 years? അതേ മോളെ, പലരുടെയും വിശ്വാസം ക്രിസ്തു ജനിച്ചു വീണ ഉടനെ വിദ്വാൻമാർ ക്രിസ്തുവിനെ കണ്ടെത്തിയെന്നാണ്. പക്ഷേ 2 വർഷത്തോളം യാത്ര ചെയ്താണ് അവർ ഇവിടെ എത്തിയത്. അതുകൊണ്ടാണ് ഹെറോദേസ് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ ഏൽപ്പിച്ചത്. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ കുഞ്ഞുങ്ങളുടെ മധ്യസ്ഥതയിൽ ഒരു ഓർത്തഡോക്സ് പള്ളി നമ്മുടെ നാട്ടിലുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഈ വിദ്വാൻമാരെ പറ്റി പറയുമ്പോൾ അവർ ജ്ഞാനികളായിരുന്നു, ധാരാളം പണമുള്ളവരായിരുന്നു. എന്നാൽ കാലിക്കൂട്ടിൽ കീറത്തുണിയിൽ കിടന്ന രാജാതിരാജനെ വണങ്ങുവാൻ അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഈ അനുഭവം നമ്മുടെ വിശുദ്ധ കുർബാനയിലുമുണ്ട്. ലോകരക്ഷിതാവ് അപ്പമായി തീരുമ്പോൾ എത്ര പേർ അതിന് യഥാർത്ഥ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കരോളല്ലയോ ആ വരുന്നത്? മാലാഖമാരുടെ പ്രതിനിധികൾ.
താങ്ക് യു സെൻ്റ് പ്രേം രഘു. ക്രിസ്മസിന് യെസ് കഴിഞ്ഞില്ല. അപ്പച്ചാ, 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 ഞാനെന്തിന് ചിരിക്കണമോ, ഞാനെന്തിന് കരയണമോ, ഇനിയുള്ള കാലവുമൊക്കെ ഇങ്ങനെ തന്നെയോ. ഇനിയുണ്ടോ പ്രതീക്ഷകൾ, ചിന്തിക്കാൻ നേരമോ, പുതിയൊരു പുലരി പിറക്കും നാളെയുടെ നന്മകൾക്കാ. ഇനിയുണ്ടോ പ്രതീക്ഷകൾ, ചിന്തിക്കാൻ നേരമോ, പുതിയൊരു പുലരി പിറക്കും നാളെയുടെ നന്മയ്ക്കാ, നാളെയുടെ നന്മകൾക്കാ. ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി ഇത്രയുമാണെങ്കിൽ ക്രിസ്തുവിന്റെ ജീവിത അവസാനം വരെ എന്തോരം പറയാനുണ്ടാകും. ഈ തിരിച്ചുപോക്ക് അത്ര എളുപ്പമല്ല. പ്രതീക്ഷയുടെ നാമ്പുകൾ ഇവിടെ മുളയ്ക്കട്ടെ. താങ്ക് യു സെൻ്റ് പ്രേം. പ്രതീക്ഷകൾ തെറ്റിച്ചില്ല. എല്ലാ വർഷം പോലെ തന്നെ നല്ലൊരു പ്രോഗ്രാം സെൻ്റ് പ്രേം ഇവിടെ അവതരിപ്പിച്ചു. ക്രിസ്മസിൻ്റെ നാം ഇന്ന് കാണുന്ന പല പ്രതീകങ്ങളുടെയും അതിൻ്റെ അന്തരാത്മാവിൻ്റെ അർത്ഥം നമുക്ക് വരച്ച് കാണിച്ചു തന്ന സെൻ്റ് പ്രേം ഗ്രൂപ്പിനോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു.